വീണ്ടും വാർത്തകളിലേക്ക്. ബ്രൂണയിൽ കണ്ടെത്തിയ സുകുമാരക്കുറുപ്പിനോട് രൂപസാദൃശ്യമുള്ള വയോധികനെ കുറിച്ച് അന്വേഷിക്കാൻ ഇന്റർപോളിന്റെ സഹായം തേടാൻ ക്രൈംബ്രാഞ്ച്. സൈബർ വിദഗ്ധനാണ് സുകുമാരക്കുറുപ്പിന്റെ രൂപസാദൃശ്യമുള്ള വയോധികന്റെ ചിത്രം പുറത്തുവിട്ടത്. ബ്രൂണയിൽ വ്യാപാരിയായ ഈ വയോധികൻ വ്യാജരേഖകൾ ഉപയോഗിച്ച് പാസ്പോർട്ട് കരസ്ഥമാക്കിയതായും സൈബർ വിദഗ്ധൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. റോഷിബാൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. റോഷി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 42 വർഷത്തിനിടയിൽ ഒരുപാട് തവണ സുകുമാരക്കുറുപ്പിനെ സംബന്ധിച്ച് പല വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർ അതിന് പിന്നാലെ പോയിരുന്നു. പക്ഷെ അതെല്ലാം തെറ്റായ വിവരങ്ങളായിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ അറിഞ്ഞത്. പക്ഷേ ഇത്തവണ ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ, ചിത്രങ്ങൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചാക്കോയുടെ മകൻ, ചാക്കോയുടെ കുടുംബം പോലും പറയുന്നത് ഇതുവരെ ഇല്ലാത്തൊരു പ്രതീക്ഷ ഇപ്പോൾ തോന്നുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരള സർക്കാരിൻ്റെ ഭാഗത്ത്, നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് എന്ത് ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പുറത്തു വരുന്ന കൂടുതൽ വിവരങ്ങളിലൂടെ നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റോഷി? ഷിയാസ് റോഷ്നി, ഒന്ന് കൊടും കുറ്റവാളിയായ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇന്നലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ആ ഫോട്ടോ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് അത്തരം അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതേസമയം തന്നെ ക്രൈംബ്രാഞ്ചിനോട് ഇന്നലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ ചിത്രം സംബന്ധിച്ച് പരിശോധന നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്റർപോളിന്റെ സഹായം ക്രൈംബ്രാഞ്ച് തേടും. ഇന്ന് രാവിലെ തന്നെ അത് സംബന്ധിച്ച് ആശയവിനിമയം നടത്തും എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റേതൊക്കെ തരത്തിൽ ഈ വ്യക്തിയെ കണ്ടെത്തി അത് സുകുമാരക്കുറുപ്പാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധിക്കും എന്ന പരിശോധനകളാണ് നടത്തേണ്ടത്. സംസ്ഥാന പോലീസ് മേധാവി ഇന്നലെ രാത്രിയോടെ തന്നെ സംസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇത് സംബന്ധിച്ച് കൂടിയാലോചനകൾ നടക്കും. അതിനുശേഷമായിരിക്കും ഏത് തരത്തിൽ അന്വേഷണം തുടരണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. നമുക്കറിയാം, സുകുമാരക്കുറുപ്പിനെ കണ്ടെത്താൻ ഏതാണ്ട് 4 പതിറ്റാണ്ടാണ് പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും ശ്രമിച്ചത്. സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തി അന്വേഷണം അവസാനിപ്പിക്കാൻ ആലോചിക്കുമ്പോഴാണ് സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ സുകുമാരക്കുറുപ്പുമായി രൂപസാദൃശ്യമുള്ള ഒരു വയോധികനെ കണ്ടെത്തുന്നത്. അതൊരു സൈബർ വിദഗ്ധനാണ് കണ്ടെത്തിയത്. അത് ഇതുവരെ ഇങ്ങനെ ഇത്രത്തോളം വിവരങ്ങൾ ലഭിച്ചിരുന്നില്ല സുകുമാരക്കുറുപ്പുമായി ബന്ധപ്പെട്ട് എന്നതാണ് പ്രത്യേകത. കാരണം ചിത്രം വരുന്നു, അതുപോലെ സുകുമാരക്കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുള്ള വ്യക്തി താമസിക്കുന്ന വീടിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു, ഹോട്ടലിൻ്റെ ദൃശ്യങ്ങൾ വരുന്നു, അങ്ങനെ ലൊക്കേഷൻ വരുന്നു, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ, പാസ്പോർട്ടിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രതീക്ഷ. വ്യാജ മേൽവിലാസത്തിൽ വ്യാജ പേരിലാണ് ഈ വയോധികൻ ബ്രൂണയിൽ തുടരുന്നത് എന്ന ഒരു വാദമാണ് സൈബർ വിദഗ്ധന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ വരാത്ത രീതിയിൽ വിവരങ്ങൾ വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് തുടർ നീക്കങ്ങൾ ഇന്നുണ്ടാകും. ശരി റോഷി, അപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി, കഴിഞ്ഞ 42 വർഷമായി കേരളത്തിലെ ഓരോ ജനങ്ങളും ഇടയ്ക്കിടെ കേൾക്കുന്ന ഒരു പേര്, കേരള പോലീസിന് ഒരുപാട് വട്ടം കറക്കിയിട്ടുള്ള സുകുമാരക്കുറുപ്പ്. ഈ സുകുമാരക്കുറുപ്പ് തന്നെയാണോ ഇപ്പോൾ ജോൺ മേനോൻ എന്നുള്ള പേരിൽ ബ്രൂണയിൽ കുറേ നാളുകളായി താമസിക്കുന്നത്? അങ്ങനെയെങ്കിൽ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? അയാൾക്കുള്ള സഹായങ്ങളൊക്കെ ആരെ ചെയ്തു നൽകുന്നു? വീട്ടുകാരുമായി ബന്ധപ്പെടുന്നുണ്ടോ? അയാൾ കേരളത്തിലേക്ക് എപ്പോഴെങ്കിലും എത്തിയിട്ടുണ്ടോ? ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനുണ്ട്. അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേരള പോലീസ്. ഇന്റർപോളുമായി ബന്ധപ്പെടുന്നുണ്ട് ക്രൈംബ്രാഞ്ച്.